ഇവിടെ പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരി ജനപക്ഷത്തു നിന്ന് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു. കോവിഡ് രണ്ടാം വരവിന്റെ കറുത്ത ദിനങ്ങളിലും അദ്ദേഹം തല ഉയർത്തി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ തളരരുത്, നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്, LDF സർക്കാരുണ്ട് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു. വെറുതെ പറയുകയല്ല, പറഞ്ഞതെല്ലാം നടപ്പാക്കാൻ രാപകലില്ലാതെ അദ്ദേഹം അധ്വാനിച്ചു. മരണം പെയ്തിറങ്ങിയ 2 പ്രളയങ്ങൾ, പേടിപ്പെടുത്തിയ നിപ്പയ്ക്ക് ശേഷം 1 വർഷം മുമ്പുള്ള കോവിഡ് വ്യാപനം, ഇപ്പോൾ കോവിഡിന്റെ 2ാം വരവ്. നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടായി. അവരയാളെ ഇരട്ടച്ചങ്കരെന്ന് വിളിച്ചു, പിന്നീട് ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. ലൈഫ് പദ്ധതി മുതൽ കിഫ്ബിയിലൂടെയുള്ള വൻ വികസന പ്രവർത്തനങ്ങൾ വരെ നടത്തി സംസ്ഥാനത്തെ അയാൾ മാറ്റിക്കൊണ്ടിരുന്നു. എല്ലാം ജനങ്ങൾക്ക് കാണാവുന്ന വികസനങ്ങൾ. പെൻഷനും കിറ്റുമെല്ലാം നൽകി അയാൾ ജനങ്ങൾക്കൊപ്പം ചേർന്നു നിന്നു. രമേശ് ചെന്നിത്തല മുതൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെയും, കെ സുരേന്ദ്രൻ മുതൽ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരെയും വിമർശന വർഷം ചൊരിഞ്ഞപ്പോഴും അയാൾ കുലുങ്ങിയില്ല. കാരണം കേരള ജനത അയാൾക്കൊപ്പമായിരുന്നു. ഒടുവിൽ 140-ൽ 99 സീറ്റ് നൽകി അവരയാളെ വിജയിപ്പിച്ചു. അങ്ങനെ കണ്ണൂർ പിണറായിയിലെ മുണ്ടയിൽ കോരൻ എന്ന ചെത്തുകാരൻ്റെ മകൻ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുചരിത്രം എഴുതി. മറ്റാർക്കും അവകാശപ്പെടാനാകത്തൊരു വിപ്ലവ ചരിത്രം.